രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിൽ കോൺഗ്രസിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മോഹൻ ബാബു MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു. MLA ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡ് 27 കൊന്നത്തുപറമ്പിൽ നിന്ന് ജയിച്ച മോഹൻ ബാബു, കുന്നത്തൂർമേട് 24 വാർഡ് ജയിച്ച പ്രശോഭ് വത്സൻ എന്നിവർ MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു. പാലക്കാട് വേണമെങ്കിൽ MLA ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന് ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്താവുന്നതാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയല്ലേ? പക്ഷെ MLA-മാരൊക്കെ അവിടെ ഹാജരുണ്ട്. ഇത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോൺഗ്രസ് പുറത്താക്കിയിരുന്നു, പക്ഷേ കോൺഗ്രസ് വിജയിച്ച ആളുകളൊക്കെ MLA ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അവകാശ പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചുവല്ലോ. അപ്പൊ എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ആളുകൾ കേൾക്കേണ്ടതേ കേൾക്കുള്ളൂ, കാണേണ്ടതേ കാണുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥികൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണോ ആളുകൾ കാണുന്നത് എന്നുള്ളത് അറിയാം. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കാണോ പാലക്കാട് ജയിച്ച ആളുകളൊക്കെ എത്തുന്നത്? അതായത് 3 സ്ഥാനാർത്ഥികളാണ് രാഹുലിന്റെ MLA ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന് ഈ MLA ഓഫീസിൽ ഇരിക്കുന്ന വാർഡിൽ വിജയിച്ച മോഹൻ ബാബു, പിന്നീട് ഒന്ന് പ്രശോഭ് എന്ന് പറയുന്ന കുന്നത്തുറമേട് രാഹുലിന്റെ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലത്തെ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ പിന്നീട് വിപിൻ എന്നീ 3 സ്ഥാനാർത്ഥികളാണ്. 3 UDF കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ രാഹുലിനെ കാണാനായി ഇവിടേക്ക് എത്തിയത്. നിയുക്ത കൗൺസിലർമാരാണ് ഇത്തരത്തിൽ കാണാനായി എത്തിയത്. അവർ എത്തുകയും അതിനുശേഷം രാഹുലിനെ കാണുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് പുറത്താക്കിയ ഒരു MLA ആണ്. ഇനി തങ്ങൾക്ക് അങ്ങനെ രാഹുലുമായി ബന്ധമില്ല എന്ന് കോൺഗ്രസ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന MLA ആണ്. MLA കാണാനാണ് ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.